മാനസം തേങ്ങും റുക്കുയിലും പിന്നെ സുജൂദിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായേലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഷിയാബ്ക്കയുടെ യാത്രയുടെ 61ാമത്തെ ദിവസം. ഷിയാബ്ക്ക രാജസ്ഥാനിലോട്ട് കടക്കാൻ വേണ്ടി പോവാണ്. ഗുജറാത്തിനോട് വിട പറഞ്ഞ് ഇനി രാജസ്ഥാനിലൂടെ ആയിരിക്കും നമ്മൾ നടക്കുക. നമ്മൾ കേരളം കഴിഞ്ഞ് കർണാടകയും കഴിഞ്ഞ് ഗോവയും കഴിഞ്ഞ് മഹാരാഷ്ട്രയും കഴിഞ്ഞ് ഗുജറാത്തും കഴിഞ്ഞ് ഏകദേശം 5 സ്റ്റേറ്റ് കഴിഞ്ഞു ഷിയാബ്ക്ക. ഇനി രാജസ്ഥാനും അതുപോലെ തന്നെ ഹരിയാന, പഞ്ചാബ്, അതോടെ ഷിയാബ്ക്ക പാകിസ്ഥാനിലോട്ട് കടക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആ വേണം. അപ്പം ഇന്ന് ഷിയാബ്ക്ക രാജസ്ഥാനിലോട്ട് കടക്കുന്ന കാര്യങ്ങളും പിന്നെ ഗുജറാത്ത് പോലീസൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ അപ്ഡേഷനിലോട്ട് കടക്കാം. ഇന്ന് ഷിയാബ്ക്കയുടെ യാത്രയുടെ 61ാമത്തെ ദിവസം, ആഗസ്റ്റ് 1 രാവിലെ 6:30 മണിക്ക് ഗുജറാത്തിലെ ഷാംലാജ് ബോർഡറിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാജസ്ഥാൻ ചെക്ക് പോസ്റ്റാണ്. രാവിലെ തന്നെ ഗുജറാത്ത് हमारे बारे में नहीं ഇവിടെയൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാട്ടോ. രാവിലെയൊക്കെ നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. അവിടെ മലകളൊക്കെ കാണാൻ പറ്റും. കംപ്ലീറ്റ് മലകളാണ് ചുറ്റോടും. ഗുജറാത്തിനോട് വിട പറയാൻ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇനി 1 കിലോമീറ്ററുകളാണ് ബോർഡറിലോട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല സീനറി ആട്ടോ. ഇനി വെറും 200 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഷ്യാബ്കക്ക് രാജസ്ഥാൻ ബോർഡറിലോട്ട് കടക്കാനായിട്ട്. ഫ്രണ്ടിലായിട്ട് ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. ഇത് ഇവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാട്ടോ, നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. മുതലാണ് രാജസ്ഥാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുജറാത്തിനോട് നമ്മൾ വിട പറയുക കേട്ടോ. അങ്ങനെ ഷ്യാബ്കയുടെ യാത്രയുടെ 61ാമത്തെ ദിവസം ഷ്യാബ്ക ഗുജറാത്തിനോടും വിട പറയുകയാണ്. നമ്മൾ കേരളവും കഴിഞ്ഞ്, കർണാടകയും കഴിഞ്ഞ്, ഗോവയും കഴിഞ്ഞ്, മഹാരാഷ്ട്രയും കഴിഞ്ഞ്, ഗുജറാത്തും കഴിഞ്ഞ് നമ്മൾ രാജസ്ഥാനിൻ്റെ മണ്ണിലെത്തി. हेलो सर अरे चलते रहो, रोड साफ करो, रोड गुजरात पुलिस। Thank you so much. Salute for you. Gujarat Police. My please. बहुत शुक्रिया आप लोगों का. अच्छी सेवा दी ये बोल रहे हैं. चलो साहब. गुजरात पुलिस. Thank you so much. Thank you. चलो आगे लाइन कर लो आप. पुलिस राजस्थान पुलिस. गुजरात पुलिस. രാജസ്ഥാൻ പോലീസിന്റെ ജീപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഷ്യാബ്ക്കൊന്ന് ഫാസ്റ്റ് ആക്കി തുടങ്ങിട്ടോ. ഇനി അങ്ങോട്ട് ഈ കാണുന്ന ഗ്രീൻ ഏരിയ ഒക്കെ കുറയും. മരുഭൂമികളും ഒട്ടകങ്ങളൊക്കെ അടങ്ങുന്ന നല്ല കാഴ്ചകളും കണ്ടായിരിക്കും ഷ്യാബ്ഖന്റെ യാത്ര. निकला वो लिया मेरा. രാജസ്ഥാൻ പോലീസ് തയ്യാറായി കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഇന്നുള്ളത് രാജസ്ഥാൻ എൻട്രി കഴിഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ ഗുജറാത്തിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഇത് ഡോക്ടർ അയാസ് സക്കരിയ, ഇയാളും സൂറത്തിൻ്റെ ആൾക്കാരാണ്. അവരിപ്പോൾ പറയാൻ വരുന്നത് പറഞ്ഞാൽ ഗുജറാത്തിൽ ഷിഹാബ് ഖാനെ സ്വീകരിച്ചത്, ഗുജറാത്തിൽ ഷിഹാബ് ഖാക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടാക്കിയത്, സിവിൽ ഡിഫൻസ് സപ്പോർട്ടാക്കിയത്, അതിനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. हम लोग हमारी तरफ से सियाब भाई की तरफ से सेलवास वापी से लेके रतनपुर बॉर्डर तक जो भी गुजरात की पुलिस थी उन सबका दिल से सैल्यूट करते हैं और सियाब भाई गुजरात पुलिस से काफ़ी खुश है और उनको सलाम कहते हैं. और गांव वाले के बारे में और जितने भी गांव वालों ने सपोर्ट किया उसके लिए बहुत बहुत शुक्रिया. सियाब भाई की तरफ से कुछ गलती या उनकी टीम की तरफ से कुछ गलती हो तो हम तहे दिल से माफ़ी चाहते हैं. तो हम सबको माफ़ कर देना और सियाब भाई के लिए दुआ करना, उनका सफ़र आसान हो. अल्लाह हाफ़िज़. അങ്ങനെ ഷിയാബ്ക്ക് രാവിലത്തെ 16 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇനിത് ഈ ഒരു ഫാം ഹൗസിലായിരിക്കും റെസ്റ്റ് ചെയ്യുക. അതിനുശേഷമേ നമ്മൾ യാത്ര തുടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം മറ്റൊരു അപ്ഡേഷനായിട്ട് ഈവനിങ് കാണും. അസ്സലാമു അലൈക്കും.